സ്കോട്ട്ലൻഡ് ഓഫ് ഏഷ്യ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന വാഗമണിലേക്കുള്ള ഒരു ദിവസത്തെ യാത്രാക്കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. ഫാമിലിയായിട്ട് നമുക്ക് കുറച്ച് സമയം സമാധാനപരമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വാഗമൺ മെഡോസും ആരും അറിയപ്പെടാത്ത വാഗമണിലെ പൈൻ ഫോറസ്റ്റും പിന്നെ വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പം വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ വാഗമൺ കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ KSRTC വ്ളോഗും ഊട്ടി, പെരിയാർ, അങ്ങനെ തായ്ലൻഡ്, അങ്ങനെ എല്ലാ വീഡിയോസിനും വീഡിയോസ് കണ്ട കമൻറ്റ് ചെയ്തിട്ട് നന്ദി അറിയിച്ചിട്ട് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വാഗമൺ കാഴ്ചകളാണ്. നമ്മളൊരു ഫാമിലി ട്രിപ്പാണ് പോകുന്നത്. വാഗമണിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്ത് വരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. എറണാകുളത്തു നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ഏകദേശം ഒരു 2.5 മണിക്കൂറാണ് രാവിലെ നമ്മൾ തിരിക്കുകയാണെങ്കിൽ കാക്കനാട് നിന്ന് വാഗമണിലേക്കുള്ള ദൂരം. നമ്മൾ മുട്ടം വഴിയാണ് പോകുന്നത്. മൂവാറ്റുപുഴ, മുട്ടം, പുള്ളിക്കാനം വഴിയാണ് വാഗമൺ പോകുന്നത്. അതുകൊണ്ട് പജീറോ അല്ല, നമ്മൾ ഫിയസ്റ്റയിലാണ് പോകുന്നത്. അപ്പോൾ ഇനിയും കുറച്ച് റോഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഇനി വരുന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നതായിരിക്കും. ഗൈസ്, നമ്മളങ്ങനെ പുള്ളിക്കാനം എത്താറായിരിക്കും കേട്ടോ. ചെറിയ തണുപ്പുണ്ട് കേട്ടോ. അടിപൊളിച്ചല്ല. പുള്ളിക്കാനത്തെ ബ്യൂട്ടിഫുള്ളാണല്ലോ. ഇവിടെ എന്തോ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. ഏതോ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്ന് വാഗമൺ മെഡോസാണ്. അതിരാവിലെ പോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ചും മൊട്ടക്കുന്നുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ ഇഷ്ടംപോലെ ഈ കാണുന്ന കുന്നുകളുടെ പുറത്തുകൂടെ നമുക്ക് നടക്കാം, ഫോട്ടോ എടുക്കാം. പിന്നെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ മെഡോസിൻ്റെ നടുക്ക് ചെറിയ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. ലേക്കിൽ ഒരു തടാകമുണ്ട്. അവിടെ ഒരു ബോട്ടിംഗ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് അതിന് സെപ്പറേറ്റ് ടിക്കറ്റാണ്. അവിടെ പോയി നമുക്ക് ബോട്ടിംഗ് ഒക്കെ നമുക്ക് എടുക്കാം. അതുകൂടാതെ തന്നെ പ്രത്യേകിച്ചും ഇവിടെ ഉച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല കുറച്ച് വെയിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം രാവിലെ സമയത്ത് തന്നെ ഇവിടെ പോകാൻ ശ്രമിക്കുക. ഈ തടാകത്തിലെ ബോട്ടിങ് അത്യാവശ്യം നല്ലൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ ഗൂഗിൾ പേ ഒക്കെ എടുക്കുന്ന സ്ഥലമാണ്. പക്ഷേ മെയിൻ ടിക്കറ്റ് കൗണ്ടറിൽ ക്യാഷ് ആയിരിക്കും കൂടുതൽ ഉത്തമം. ഈ ബോട്ടിങ്ങും നമുക്ക് ആസ്വദിച്ച് തിരിച്ച് കറങ്ങി വരുമ്പോഴത്തേക്കിനും മെഡോസിലെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയും. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഇഷ്ടം പോലെ ഫോട്ടോ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മെഡോസിൽ വന്ന് നമുക്ക് കുറേ നേരം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. അത്യാവശ്യം ചെറിയൊരു മഴയും മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടെങ്കിലും വേറൊരു വൈബായിരിക്കും കേട്ടോ. ഇവിടെയും കുറേ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മെഡോസിൻ്റെ സൈഡിലേക്കാണെങ്കിലും ചോക്ലേറ്റും പിന്നെ കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ട്. കുതിര സവാരി ആഗ്രഹമുള്ളവർക്ക് കുതിര സവാരി നടത്താം. അതിനുശേഷം നമുക്ക് പോകാൻ പറ്റിയ സ്ഥലം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മെഡോസിൻ്റെ അവിടെ നേരെ പോകുമ്പോൾ പാലൊഴുകും പാറ റൂട്ടിൽ ആരും അറിയപ്പെടാത്ത, അതായത് കുറച്ച് പേർ പോയിട്ടുണ്ടായിരിക്കും. അത്ര അധികം ആൾക്കാരും തിരക്കുമില്ലാത്ത ഒരു പൈൻ ഫോറസ്റ്റാണ്. സാധാരണ വാഗമണിലെ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് വാഗമൺ ടൗണിനോട് ചേർന്ന് തന്നെയുള്ള ഒരു സ്ഥലത്താണ്. ഭയങ്കര ബ്ലോക്കാണ് ആ ഭാഗത്ത് പോകാൻ. പക്ഷേ ഇവിടെ എന്ന് പറയും ഇതും ഒരു പൈൻ ഫോറസ്റ്റ് തന്നെയാണ്. അധികം തിരക്കില്ലാത്ത ഒരു ചെറിയൊരു പൈൻ ഫോറസ്റ്റാണ്. ചെറിയ ഒരു തടാകം സൈഡിൽ കൂടെ ഒഴുകിപ്പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പൈൻ ഫോറസ്റ്റ്. ഈ പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. ആ ലൊക്കേഷൻ ഇട്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ പൈൻ ഫോറസ്റ്റിൽ എത്താൻ പറ്റും. വഴി ഞാൻ പോയപ്പോൾ കുറച്ച് മോശമായിരുന്നു. അകത്തോട്ട് കയറുമ്പോഴത്തേക്കിനും ചെറിയ ഒരു വഴിയും കൂടെയാണ്, അതും കൂടെ ശ്രദ്ധിക്കുക. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ നല്ല 2 ഹോട്ടൽസ് ഉണ്ട്. അവിടെ ചെറിയ ഹോട്ടലാട്ടോ. അവിടെ നിന്ന് നമുക്ക് ഫുഡും കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലമായിട്ടുള്ള ഈ വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയി നോക്കാം. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംബോധനയായിരിക്കും ഈ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അതായത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. അതുകൂടാതെ ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ റൈഡും സ്കൈ സൈക്ലിങ്ങും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉള്ളൊരു പാർക്കാണ് ഈ ഒരു വാഗമൺ അഡ്വഞ്ചർ പാർക്ക്. ഇവിടെ ഇഷ്ടംപോലെ കാർ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഓരോ ഐറ്റത്തിൻ്റെയും റേറ്റൊക്കെ വരുന്നത്. ചില ഐറ്റത്തിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ നല്ല തിരക്കുള്ള സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് പോകാനൊക്കെ ആണെങ്കിൽ മാക്സിമം നേരത്തെ എത്തി ടിക്കറ്റൊക്കെ എടുക്കാൻ നോക്കുക. കാരണം തിരക്കുള്ള സമയത്താണെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും.
അഡ്വഞ്ചർ പാർക്കിൽ ഏകദേശം ഒരു 2-3 മണിക്കൂർ നിങ്ങൾ അത്യാവശ്യം റൈഡൊക്കെ കയറുകൊണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ വാഗമണിലെ ഈ മൊട്ടക്കുന്നുകളുടെ കാഴ്ചയും വളരെ മനോഹരമാണ്. അഡ്വഞ്ചർ പാർക്കിൽ തിരിച്ചു വരുന്ന വഴിക്കാണ് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. നിങ്ങൾക്ക് ഇവിടുന്ന് ചായയും കാപ്പിയൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ഈ റൂട്ടിൽ നിങ്ങൾ വാഗമൺ കുട്ടിക്കാനം പോകുന്ന റൂട്ടും വളരെ മനോഹരമായിട്ടുള്ള റൂട്ടാണ്. ആ റൂട്ടിൽ നമുക്ക് ഒരുപാട് ഫോട്ടോ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടിക്കാനത്ത് വന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരുന്തുംപാറ കൂടെ സമയം ഉണ്ടെങ്കിൽ പോകാൻ പറ്റിയാൽ അതും കുറച്ചുകൂടെ മനോഹരമായിരിക്കും. ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്ത് പോകുകയാണെങ്കിൽ പരുന്തുംപാറ പോയിട്ട് നമുക്ക് കുട്ടിക്കാനം എത്തിയിട്ട് പിന്നെ തിരിച്ച് മുണ്ടക്കയം വഴിയാണ് തിരിച്ച് പോകുന്നത് എന്നുണ്ടെങ്കിൽ പാഞ്ചാലിമേടും വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ഒരു ട്രിപ്പായിട്ട് ഞാൻ പോയതാണ്. നമ്മൾ വ്ലോഗ് എടുക്കാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു ശരിക്കും ആദ്യം. പിന്നീട് പോയപ്പോൾ എന്നാൽ പിന്നെ നമ്മുടെ വ്യൂവേഴ്സ് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട് ചെയ്ത ഒരു സംഭവമാണ് ഈ ഒരു വീഡിയോ. ഗൈസ്, ഇവിടുത്തെ ശരിക്കുള്ള കാര്യം പറഞ്ഞാലേ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവധിയുള്ള സമയത്തൊക്കെയാണ് നല്ല തിരക്കാണ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അവധി സമയത്താണ്, നല്ല തിരക്കുണ്ട്. പക്ഷേ ചില സാധനത്തിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം 2 പേർക്കുള്ള മറ്റേ നമ്മൾ സിപ്പ് ലൈനിലൊക്കെ ഏകദേശം 350 രൂപയാണ് ഒരാൾക്ക് സിപ്പ് ലൈൻ റേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ പല ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ചിലതിനൊക്കെ റേറ്റ് കുറവാണ്, പക്ഷേ മിക്കതിനും നല്ല റേറ്റാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അവർ മാക്സിമം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കുറേ കിടിലൻ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ PW ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടുള്ള വഴികളും റോഡുകളും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം വരുന്ന വഴി ഒരു രക്ഷയില്ല. എൻ്റെ പൊന്ന് ഗൈസ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വാഗമണ്ണും കുട്ടിക്കാനൊക്കെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള 2 ഡെസ്റ്റിനേഷൻസ് ആണ് കേരളത്തിലെ. മൂന്നാർ പോലെ തന്നെ മാത്രമില്ലെങ്കിൽ ഇപ്പോൾ മൂന്നാറിൽ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്ന പോലെ ഇവിടെ ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്. പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ അങ്ങോട്ടുള്ള റോഡൊക്കെ ഭയങ്കര മോശം. വാഗമൺ ടൗണിലൊക്കെ പറഞ്ഞ റോഡെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, എൻ്റെ ദൈവമേ എന്തൊരു മോശം റോഡാണ്, ഒട്ടും വീതിയില്ല. ആ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ തന്നെ ശരിക്കും 1 മണിക്കൂർ ബ്ലോക്കിൽ പെട്ട്. ഇത് ഞാൻ ഈ തിരക്കുള്ള സമയത്ത് മാത്രമല്ല, നമ്മളല്ലാതെ ഇപ്പം ഓഫ് സീസണിൽ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഇതുപോലത്തെ ചെറിയ രീതിയിലുള്ള തിരക്കും പിന്നെ ബസ്സൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ് കേസ്. അപ്പം റോഡ് വൈഡനിങ് ഇല്ല, പിന്നെ ഒരു വൃത്തിയില്ല. അതാണ്, ടാറൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശരിക്കും നമ്മൾ ഇന്ന് വന്ന ദിവസം 2 ദിവസം കണ്ടിന്യൂസ് അവധിയാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് മറ്റേ സൈക്ലിങ്ങും പിന്നെ ബഞ്ചി ജമ്പ് പോലത്തെ, ബഞ്ചി ജമ്പല്ല അതുപോലത്തെ ജമ്പിങ് ആക്ടിവിറ്റീസും, പിന്നെ ഷൂട്ടിങ്, പിന്നെ മറ്റേ കയറിൽ തൂങ്ങിപ്പോകുന്ന സാധനം, പിന്നെ ജയൻറ്റ് സ്വിങ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് നല്ലതാണ്, കാരണം നല്ല തിരക്കുണ്ട് ഇവിടെ. ഇപ്പോൾ വാഗമൺ വരുവാണെങ്കിലും വാഗമൺ അഡ്വഞ്ചർ സോൺ എന്ന് പറയുന്നത് നല്ലൊരു അത്യാവശ്യം വൈബുള്ള ഒരു സ്ഥലമാണ്, തിരക്കുള്ള സ്ഥലം കൂടിയാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴി ഭയങ്കര മോശമാണ് കേസ്. നമ്മൾ വാഗമൺ ടൗണിലൊക്കെ പറഞ്ഞാൽ എന്തൊരു മോശം വഴിയാണെന്ന് ഞാൻ ശരിക്കും ആലോചിക്കാറ്. എന്തിനാണ് ഇവർ ഇത്രയും അപ്ഡേറ്റ് ചെയ്യാത്തത്? കാരണം പീക്കുള്ള തിരക്കില്ലാത്ത സമയങ്ങളിൽ ഇവർക്ക് ഇതിൻ്റെ PWD ഡിപ്പാർട്ട്മെൻറ്റ് ഈ റോഡൊക്കെ വൃത്തിയായിട്ടൊക്കെ ടാർ ചെയ്യുകയാണെങ്കിൽ എന്ത് നല്ല കൺവീനിയൻ്റ് ആയിരിക്കും. പിന്നെ ഒട്ടും വീതിയില്ല. പിന്നെ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ കയറാനുള്ള ബുദ്ധിമുട്ട്, പാർക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് ആൾക്കാർ പറയുന്നതാണ്, പറഞ്ഞുള്ള അറിവാണ്, കേട്ടതാണ്. കാരണം ഞാൻ പൈൻ ഫോറസ്റ്റ് പോയത് വേറൊരു പൈൻ ഫോറസ്റ്റിലാണ്. അപ്പോൾ ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും വഴി മോശം. കുട്ടിക്കാനം ഉള്ള വഴിയൊക്കെ അടിപൊളി വഴിയാണ്. പക്ഷേ ഈ കുട്ടിക്കാനം വാഗമൺ റോഡ് തന്നെ എന്ത് ചെറിയ റോഡാണല്ലേ, കുറച്ചൊക്കെ വീതി കൂട്ടുവാണെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. ഞാനിങ്ങനെ പറയുന്നേ ഉള്ളൂ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പിന്നെയും വാഗമണ്ണും മൂന്നാറൊക്കെ നമ്മൾ പിന്നെയും എല്ലാവരും യാത്ര ചെയ്യും. കാരണം നമ്മുടെയൊക്കെ തിരക്കിട്ട ജീവിതത്തിനിടയിലും പ്രശ്നങ്ങൾക്കിടയിലൊക്കെ യാത്രകളാണല്ലോ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്രയം. മനസ്സിനെ തണുപ്പിക്കാനും ഒന്ന് ശാന്തമാക്കാനും യാത്രകൾ, അതും പ്രത്യേകിച്ച് മഞ്ഞും മഴയും തണുപ്പും എല്ലാമുള്ള ഹിൽ സ്റ്റേഷനിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് അതൊരിക്കലും മറ്റൊന്നിനും തരാൻ പറ്റത്തില്ല. അപ്പോൾ പെട്ടെന്ന് ചെയ്ത ഒരു വീഡിയോ ആണ്. വാഗമൺ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങൾക്ക് ഈ ഒരു മെഡോസും പിന്നെ ആരും അധികം പോകാത്ത ഈ ഒരു പൈൻ ഫോറസ്റ്റും കാണിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് അതിനൊക്കെ പോകാനുള്ള ലൊക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും സേഫായിട്ട് പോയിട്ട് വാട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ ബൈ.